ഇന്ന് ഞങ്ങളുടെ അയലക്കത്തെ വീട്ടിൽ ഒരു മാവ് വീണ് പോയിട്ട് കുറച്ച് പച്ചമാങ്ങ കിട്ടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് പുളി എടുത്ത് വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാം. മാങ്ങ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് മേലെ പൈസ വരുമല്ലോ. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് എപ്പോൾ വേണമെങ്കിലും മീൻകറിയോ പരിപ്പും മാങ്ങയോ എന്ത് വേണമെങ്കിലും വയ്ക്കാമല്ലോ. ഇതിപ്പോൾ നീലം മാങ്ങയാണ് കേട്ടോ, ഭയങ്കര പുളിയാണ്. പക്ഷേ മാങ്ങ നല്ല മാങ്ങയാണ്, മൊത്തം കാമ്പാണ് ഇതിൽ കേട്ടോ. ഇത് പൂളി കഴിയുമ്പം മാങ്ങാണ്ടി ഉണ്ടല്ലോ, അതൊരു കുഞ്ഞു കഷ്ണമേ ഉള്ളൂ, ബാക്കി മൊത്തം ഇതിൽ കാമ്പാണ്. അപ്പോൾ വലിയ വലിയ കഷ്ണമാക്കി നുറുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാൽ നമുക്ക് മീൻ കറിയിലൊക്കെ വലിയ കഷ്ണമായിട്ട് ഇടണമല്ലോ, അല്ലെങ്കിൽ അലന്ന് പോകുമല്ലോ. അങ്ങനെ എടുത്തു വെക്കണം. പിന്നെ പരിപ്പിനൊക്കെ വരുമ്പോൾ ഇത്തിരി ചെറുതാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ മൊത്തം ഞാൻ എടുത്തിട്ട് ഇനി അതിനെ പൂളണം കേട്ടോ. അതപ്പോൾ വലിയ വലിയ കഷ്ണമായിട്ട് ഓരോന്ന് പൂളി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നികയ്ക്ക വെള്ളം വേണം കേട്ടോ. ഈ മാങ്ങ മൂടി കിടക്കാത്ത വിധത്തിൽ വെള്ളം എടുക്കണം. ആ വെള്ളത്തിൽ എന്നിട്ട് വെള്ളത്തിനനുസരിച്ച് എനിക്കിപ്പോൾ ഒരു 4 സ്പൂണ് വിനാഗിരിയേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. 4 സ്പൂണ് വിനാഗിരി ഞാൻ ഒഴിച്ചു ആ വെള്ളത്തിൽ. പിന്നെ അതിൽ ഒരു 4 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടേക്കണേ കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കേട്ടോ. ആ പഞ്ചസാര ഇട്ടിട്ട് ഈ മാങ്ങ, ഈ പൂളി വെച്ച മാങ്ങ ഉണ്ടല്ലോ, അത് മൊത്തം നമ്മൾ അതിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വിനാഗിരിയും പഞ്ചസാരയും മാങ്ങയും അതിൽ നന്നായിട്ട് അത് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ട് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോ. അതിൽ ഈ മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോരിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് പതുക്കി ഒന്ന് ഉണക്കി പിന്നെ ഇത് കണ്ടെയ്നറിലാക്കി കഴിഞ്ഞു. ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. കണ്ടോ, സൂപ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, മനസ്സിലാവും, നല്ലതാണ് കേട്ടോ. താങ്ക് യു.